വന്നല്ലോ വനമാല. അല്ല നമ്മുടെ കൈക്കാരൻ. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ താമസിച്ചില്ലല്ലോ. അച്ചോ, അച്ഛനുണ്ടല്ലോ അച്ഛാ. ഈ ഇടവകയുടെ ഭാഗ്യം. ചുമ്മാ ഊഞ്ഞാലാട്ടല്ലേ കൈക്കാരാ? അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ. നിങ്ങൾക്കറിയാമോ, ഇതിനു മുമ്പത്തെ അച്ഛൻ തരട്ടെ എന്നും പറഞ്ഞ് എന്നും എന്നെ വിരട്ടുമായിരുന്നു. ഈ അച്ഛൻ അങ്ങനൊന്നുമല്ല, എനിക്കറിയാം. പിന്നെ നിങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഈ തങ്കപ്പെട്ട പൊന്നുംകുളം പോലത്തെ ഈ അച്ഛന്റെ അടുത്ത് ആദ്യമായി കുമ്പസാരിക്കാനുള്ള ഭാഗ്യം. എന്നതാ കാര്യം? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. പക്ഷെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. എല്ലായിടത്തും താമസിച്ചു വരുന്ന സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് നിർത്തിയേട്ടാ. അതിരിക്കട്ടെ, നിങ്ങളൊക്കെ പള്ളിയിൽ പതിവായി വരാറുണ്ടോ? ഞാൻ എന്ന് വരുന്ന അച്ഛാ, ദേ ഇവളുണ്ടല്ലോ, മഹാമടിച്ചാ, പോകത്തില്ല. അതെന്താ എന്നെ? അതച്ഛാ, കൊറോണയുടെ സമയത്തെ ഓൺലൈൻ കുർബാനയായിരുന്നല്ലോ. ഇപ്പൊ അതങ്ങ് ശീലായിപ്പോയി. പക്ഷേ കുർബാന കൈക്കൊള്ളാൻ പറ്റത്തില്ല. അയ്യോ, അതിനെന്ന, ഇവിടെ നാക്ക് നീട്ടി അങ്ങ് നിന്നാ മതി. ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. നാളെ തൊട്ട് പള്ളിയിൽ വന്നോണം, കൊച്ചിനെയും കൂട്ടി. അത് മാത്രമല്ല, സന്ധ്യാപ്രാർത്ഥന മുടക്കരുത്. പിന്നെ ഒറോദയോട് എന്നും പള്ളിയിൽ പോകുന്നതൊക്കെ നല്ല കാര്യം. പക്ഷേ കുശുമ്പും കുന്നായ്മയൊക്കെ ഒന്ന് കുറയ്ക്കണം. എന്നാലേ തമ്പുരാൻ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. അച്ഛാ, ഒരു സംശയം. എന്നാ? ഈയിടെ കുർബാനക്രമമൊക്കെ മാറ്റം വരുത്തിയായിരുന്നല്ലോ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അച്ഛാ? പഴയ പോലെയൊക്കെ പോരായിരുന്നു ഓരോ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ. ഗീവർഗീസിന്റെ ഫോണൊന്ന് കാണിച്ചേ. ഇത് ഏതാ മോഡല്? ഇത് iPhone 14 Pro Max. അപ്ഡേറ്റ് ഒക്കെ ചെയ്തായിരുന്നോ? പിന്നെ അതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നിന്റെ ഈ ഇട്ടാൽ പൊട്ടുന്ന ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നത് നിനക്ക് പ്രധാനമാണെങ്കിലേ ഏറ്റവും വിശിഷ്ട പ്രാർത്ഥനയായ വിശുദ്ധ കുർബാന അപ്ഡേറ്റ് ചെയ്യുന്നത് സഭയ്ക്ക് പ്രധാനമായിരുന്നു കേട്ടോ. പിന്നെ മോനെ, മറ്റു വിഷയങ്ങൾ മാത്രമല്ല, വേദപാഠവും നന്നായി പഠിക്കണം കേട്ടോ. നമ്മുടെ ഇടവക മധ്യസ്ഥ വിശുദ്ധ മദർ തെരേസയെ പോലെ എല്ലാവരോടും കരുണയും അനുകമ്പയും ഉള്ളവനായി മോൻ വളർന്നു വരണം. അതിന് നിങ്ങളൊക്കെ വേണം മാതൃക കാണിക്കാൻ. ശരി അച്ഛാ. എങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പുറപ്പാട് യേശുനാഥനുള്ള സ്തുതിപാട്.